ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാജ്യത്ത് മോഡി തരംഗം അവസാനിച്ചതായി കെപിസിസി പ്രസിഡന്റ് വി.എം. സുധീരൻ. കോൺഗ്രസ് കൺവെൻഷൻ ചെർക്കളയിൽ നടന്നു. സ്വത്ത് തർക്കത്തിന്റെ പേരിൽ പെർളടുക്കയിൽ അമ്മയെ കൊലപ്പെടുത്തി. മകനും ഭാര്യയും കൊച്ചുമകനും അറസ്റ്റിൽ. ആർഎസ്പിക്ക് ജില്ലയിൽ പുതിയ സാരഥി. പി.സി. രാജേന്ദ്രനെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് ദേശീയ സെമിനാറിനൊരുങ്ങി. പ്രാഥമിക ശില്പശാല നടന്നു. സാരഥി പുരസ്കാര സമർപ്പണം കാഞ്ഞങ്ങാട്ട് നടന്നു. മേലത്ത് ചന്ദ്രശേഖരൻ സപ്തതിയുടെ നിറവിൽ. സിപിഐ നേതാവ് വെളിയം ഭാർഗവന്റെ 1ാം ചരമവാർഷികം വിവിധ പരിപാടികളോടെ ആചരിച്ചു. കാഞ്ഞങ്ങാട് അനുസ്മരണ സമ്മേളനം നടന്നു. ആക്ഷൻ കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. വാർത്തകൾ വിശദമായി. രാജ്യത്ത് മോഡി തരംഗം അവസാനിക്കുകയാണെന്ന് കെപിസിസി പ്രസിഡന്റ് വി.എൻ. സുധീരൻ പറഞ്ഞു. ചെർക്കളയിൽ കോൺഗ്രസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മദ്യത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത പാരമ്പര്യമാണ് കോൺഗ്രസിനുള്ളത്. കരുണാകരന്റെ കാലത്ത് തന്നെ മദ്യത്തിനെതിരെ കോൺഗ്രസ് ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോയിരുന്നു. അത് വീണ്ടും ശക്തിയാർജിച്ചിരിക്കുകയാണ്. ഈ നിലപാട് തന്നെ തുടരുമെന്നും സുധീരൻ പറഞ്ഞു. കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലം മുതലേ ആരംഭിച്ചൊരു പ്രക്രിയ മദ്യത്തിന്റെ ലഭ്യതയും അതിന്റെ ഉപയോഗവും കുറച്ചുകൊണ്ടുവരിക എന്ന നയത്തിന്റെ ഭാഗമായി ഘട്ടം ഘട്ടമായി കേരളത്തെ മദ്യനിരോധനത്തിലേക്ക് എത്തിക്കുക എന്ന നയത്തിന്റെ ഭാഗമായി ആവിഷ്കരിച്ചത് ശ്രീ ആന്റണി മുന്നോട്ട് കൊണ്ടുപോയി. ആന്റണിയെ തുടർന്ന് ശ്രീ ഉമ്മൻചാണ്ടി അധികാരമേറ്റപ്പോൾ 2004 അധികാരമേറ്റപ്പോൾ തന്നെ ആ നിലപാടുമായി മുന്നോട്ട് പോയി. അതിന്റെ ഭാഗമായി 2011 നമ്മുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് അംഗീകരിച്ച രൂപം കൊടുത്ത മദ്യനയത്തിന്റെ തുടർച്ചയായി മുന്നോട്ട് പോവുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് അവസരം വന്നപ്പോൾ, സാഹചര്യം ഒത്തുവന്നപ്പോൾ കേരളത്തിലെ മദ്യവിൽപ്പനശാലകൾ, ബാർ ഹോട്ടലുകൾ അടച്ചുപൂട്ടാനുള്ള ഘട്ടം ഘട്ടമായി എല്ലാം ഒന്നിച്ചു വന്നിട്ടില്ല. സുപ്രധാനമായ ഒരു ഘട്ടമാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ പിന്നിട്ടത് എന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും. വർഗീയ ധ്രുവീകരണത്തിലൂടെ നേട്ടം കൊയ്യാമെന്ന ബി.ജെ.പി. മാനേജർമാരുടെ തന്ത്രങ്ങൾക്കുള്ള തിരിച്ചടിയാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലം. സിപിഎമ്മിന് കൊലപാതകം കൂടപ്പിറപ്പാണെന്നും കതിരൂരിലെ മനോജിന്റെ കൊലപാതകം അതാണ് തെളിയിക്കുന്നതെന്നും സുധീരൻ കൂട്ടിച്ചേർത്തു. ഡി.സി.സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി.കെ. ശ്രീധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കെ.പി.സി.സി ഭാരവാഹികളായ എം.എം. ഹസൻ, കെ.പി. അനിൽകുമാർ, കെ.പി. കുഞ്ഞിക്കണ്ണൻ, സതീശൻ പാച്ചേനി, ശൂരനാട് രാജശേഖരൻ, ടി. സിദ്ദിഖ്, ടി. ശരത്ചന്ദ്രപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. സ്വത്ത് തർക്കത്തിന്റെ പേരിൽ അമ്മയെ മകനും ഭാര്യയും കൊച്ചുമകനും ചേർന്ന് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കി. ബേഡകം പെർളടുക്കത്താണ് ദാരുണമായ സംഭവം നടന്നത്. പെർളടുക്കം സ്വദേശിനിയായ അമ്മാളു അമ്മയെ ചൊവ്വാഴ്ച രാത്രിയാണ് വീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതേസമയം നാട്ടുകാർ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് മൃതദേഹം പെരിയാരത്ത് പോസ്റ്റ്മോർട്ടത്തിനായി എത്തിക്കുകയായിരുന്നു. പെരിയാരം മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിലാണ് കൊലപാതകം നടന്നതായി കണ്ടെത്തിയത്. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ മകൻ കമലാക്ഷൻ, ഭാര്യ അംബിക, കൊച്ചുമകൻ ശരത് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അമ്മാളു അമ്മയെ ശ്വാസം മുട്ടിച്ച ശേഷം കൊലപ്പെടുത്തിയതായി പ്രതികൾ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. 3 പേര് കൂടി ചേർന്ന് ഈ ഓപ്പറേഷൻ നടത്തി അതിനുശേഷം തൂങ്ങി മരിച്ചതാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കെട്ടിത്തൂക്കാൻ വേണ്ടി ശ്രമിച്ചു. അമ്മാളു അമ്മയുടെ പേരിലുള്ള 70 സെന്റ് സ്ഥലവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഈ സ്ഥലം കമലാക്ഷൻ വിൽപ്പന നടത്തുകയും പകരം വാങ്ങിയ സ്ഥലം ഭാര്യ അംബികയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുകയും ഉണ്ടായി. ഇതേ തുടർന്നുണ്ടായ തർക്കങ്ങളാണ് അമ്മാളു അമ്മയുടെ ദാരുണമായ കൊലപാതകത്തിൽ കലാശിച്ചത്. ന്യൂസ് ഡെസ്ക്, കാസർഗോഡ്. ആർഎസ്പി ജില്ലാ സെക്രട്ടറിയായി പി.സി. രാജേന്ദ്രനെ തെരഞ്ഞെടുത്തു. ബേക്കൽ ഇന്റർനാഷണൽ വെച്ചാണ് യോഗം നടന്നത്. കാഞ്ഞങ്ങാട് ബേക്കൽ ഇന്റർനാഷണൽ ഹോട്ടലിൽ നടന്ന ആർഎസ്പിയുടെ സംയുക്ത ജില്ലാ കമ്മിറ്റി യോഗമാണ് പി.സി. രാജേന്ദ്രനെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. നിലവിൽ അദ്ദേഹം കൈത്തറി തൊഴിലാളി, പാചക തൊഴിലാളി ക്ഷേമനിധി ഡയറക്ടർ ബോർഡ് അംഗം കൂടിയാണ്. മന്ത്രി ഷിബു ബേബി ജോൺ, ആർഎസ്പി സംസ്ഥാന സെക്രട്ടറി എം.എ. അസീസ്, സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ.എസ്. സനൽകുമാർ, കേന്ദ്ര കമ്മിറ്റി അംഗം ഇല്ലിക്കൽ അഗസ്തി, ഹരീഷ് പി. നമ്പ്യാർ, കരിവള്ളൂർ വിജയൻ തുടങ്ങിയ നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. സാരഥി പുരസ്കാര സമർപ്പണവും മേലത്ത് സപ്തതി വിളംബരവും കാഞ്ഞങ്ങാട്ട് നടന്നു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലാണ് പരിപാടി നടന്നത്.
ഈ വർഷത്തെ വാർത്താസാരഥി പുരസ്കാരത്തിന് PP ലിബീഷ് കുമാറും കവിതാ സാരഥി പുരസ്കാരത്തിന് വിമൽ പ്രസാദും അർഹരായി. കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ G ഗോപകുമാർ ഭദ്രദീപം കൊളുത്തി ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തിയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഇത്തരത്തിലുള്ള പുരസ്കാര അംഗീകാരത്തോടുകൂടി അതിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി വിപുലപ്പെടുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത് എന്തുകൊണ്ടും അഭിനന്ദനാർഹമാണ്. സമൂഹത്തിലെ നാനാതുറകളിൽ സംഭാവന ചെയ്ത വ്യക്തികളെ ഇവിടെ തന്നെ നമുക്ക് വ്യത്യസ്തമായ മേഖലകൾ കണ്ടു. സാഹിത്യം, ആധ്യാത്മികം, ആതുരസേവനം, പത്രപ്രവർത്തനം, ആരോഗ്യം, ഗവേഷണം എന്ന് തുടങ്ങി ഒത്തിരി മേഖലകളിലുള്ള സംഭാവനകൾ ചെയ്ത മഹത് വ്യക്തികളെയും അതോടൊപ്പം തന്നെ ഭാവിയിലെ വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥിനികളെയും അവരുടെ സംഭാവനകളെയും എല്ലാം അംഗീകരിച്ചുകൊണ്ട് അവർക്ക് നൽകുന്ന ഒരു പ്രത്യേക അവാർഡ് ദാനം, പുരസ്കാരദാനം എന്തുകൊണ്ടും ശ്രദ്ധ ആകർഷിക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദാമോദരൻ ആർക്കിടെക്ട് അധ്യക്ഷനായി. ഡോക്ടർ G ഗോപകുമാർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച സുബൈദ നീലേശ്വരം, രാധാകൃഷ്ണൻ നരിക്കോട്, A ദാമോദരൻ, PV രവീന്ദ്രനാഥ്, ഡോക്ടർ സുനിൽ ചന്ദ്രൻ, ഡോക്ടർ നാഗരത്ന എന്നിവരെ ആദരിച്ചു. ചടങ്ങിൽ മേലത്ത് ചന്ദ്രശേഖരൻ, ഡോക്ടർ K ജയപ്രസാദ് മേലോത്ത് ചന്ദ്രശേഖരന്റെ സപ്തതി വിളംബരം ചെയ്തു. P ജനാർദ്ദനൻ, A വേലായുധൻ കൊടവലം, P ഗോപാലകൃഷ്ണൻ മാസ്റ്റർ, P ദാമോദര പണിക്കർ, UP സന്തോഷ്, TK നാരായണൻ, C യൂസഫാജി, KV ഗോവിന്ദൻ, KV ലക്ഷ്മണൻ, ഓമന മുരളി തുടങ്ങിയവർ സംസാരിച്ചു. സുകുമാരൻ പെരിയച്ചൂർ സ്വാഗതവും K രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. മലപ്പുറം മുനിയൂർ സ്കൂളിലെ അധ്യാപകൻ അനീഷിന്റെ മരണം. KSTA സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. സമരത്തിന്റെ ഭാഗമായി ശനിയാഴ്ച DEO ഓഫീസ് പിക്കറ്റ് ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മലപ്പുറം മുനിയൂർ സ്കൂളിലെ അധ്യാപകൻ KK അനീഷിന്റെ മരണം സമഗ്രമായി അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുക, അധ്യാപകരുടെ ജോലി സുരക്ഷ ഉറപ്പുവരുത്തുക, പാഠപുസ്തകങ്ങളും യൂണിഫോമും ഉടനെ ലഭ്യമാക്കുക, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖലകൾ സംരക്ഷിക്കുക, +2 അഴിമതിയെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തുക, RMSA സ്കൂളുകളിലെ അധ്യാപകർക്ക് തസ്തിക സൃഷ്ടിച്ച് ശമ്പളം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നത്. ഈ മാസം 20-ന് DDO ഓഫീസിന് മുന്നിൽ നടക്കുന്ന പിക്കറ്റ് സമരം K കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. മുനിയൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായിട്ട് സോഷ്യൽ സ്റ്റഡീസ് അധ്യാപകനായിട്ടുള്ള KK അനീഷ് വളരെ സമർത്ഥനായ അധ്യാപകനായിരുന്നു. അയാളൊരു സംഘടനാ പ്രവർത്തകനായിരുന്നു. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രേരിതമായി അദ്ദേഹത്തെ ആ സ്കൂളിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് ആ മാനേജ്മെൻറ്റിൻ്റെ ഒരു വാശിയായിരുന്നു. അതിനുവേണ്ടി നിസ്സാര കാരണമുണ്ടാക്കി അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന അനുഭവമാണ് ഉണ്ടായത്. അപ്പോൾ ആ അധ്യാപകൻ്റെ മരണത്തിന് ഉത്തരവാദികൾ ബന്ധപ്പെട്ട മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ അവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ്, അതുപോലെ DPI, വിദ്യാഭ്യാസ മന്ത്രി എല്ലാം തന്നെ കൃത്യമായി ഓരോ ചങ്ങലയുടെ കണ്ണികൾ എന്ന പോലെ ഉത്തരവാദികളാണ്. ആ ഉത്തരവാദികൾക്കെതിരെ മാതൃകാപരമായ ശിക്ഷണ നടപടികൾ എടുക്കണം, സമഗ്രമായി അന്വേഷിക്കണം എന്നുള്ള ഡിമാൻഡ് വെച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി 20-ാം തീയതി ഞങ്ങൾ പിക്കറ്റിംഗ് സമരം നടത്തുകയാണ്. വിദ്യാഭ്യാസ ഓഫീസുകൾ പിക്കറ്റിംഗ് നടത്തുകയാണ്. ഈ ജില്ലയിൽ കാസർഗോഡ് DEO ഓഫീസാണ് പിക്കറ്റ് ചെയ്യുന്നത്. KSTA ഭാരവാഹികളായ KV ഗോവിന്ദൻ, K രാഘവൻ, A പവിത്രൻ, C ശാന്തകുമാരി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ ദേശീയ സെമിനാറിന് ഒരുക്കങ്ങളായി. പ്രാഥമിക ശില്പശാല നടന്നു. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ നടക്കുന്ന ദേശീയ സെമിനാറിന് മുന്നോടിയായി പ്രാഥമിക ശില്പശാല സംഘടിപ്പിച്ചു. സാമ്പത്തിക ശാസ്ത്ര വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സാമ്പത്തിക പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ദേശീയ സെമിനാർ നടക്കുന്നത്. 23, 24 തീയതികളിൽ നടക്കുന്ന ദേശീയ സെമിനാറിന്റെ മുന്നൊരുക്കമായിട്ടാണ് പ്രാഥമിക ശില്പശാല സംഘടിപ്പിച്ചത്. ശില്പശാല കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ G ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. And it has converted into water, and as a result of which they fear lot of flood to come, particularly Arctic region, which covers Denmark, Russia, Canada, that region in the northern part, which was famous for this kind of frozen ocean. During the last 6-7 decades it has changed so much, and from that concept
they have evolved not only climate change, before climate change, they started debating more about global warming. So global warming is a fact. Depression of ozone layer is a fact. ഡിപ്പാർട്ട്മെന്റ് തലവൻ ഡോക്ടർ എ അശോകൻ, ഡോക്ടർ എ ഗംഗാധരൻ നായർ, ഡോക്ടർ കെ പി കുഞ്ഞികൃഷ്ണൻ, ഡോക്ടർ എം കരുണാകരൻ തുടങ്ങിയവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. സെമിനാറിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി അനിൽകുമാർ വിശദീകരണം നൽകി. നെഹ്റു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എ മുരളീധരൻ അധ്യക്ഷനായി. ശില്പശാലയിൽ പങ്കെടുക്കാൻ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രമുഖർ എത്തിയിരുന്നു. 22-23 തീയതികൾ നടക്കുന്ന സെമിനാർ വിജയിപ്പിക്കാൻ വൻ ഒരുക്കങ്ങളാണ് നെഹ്റു കോളേജിൽ നടന്നുവരുന്നത്. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. CPIയുടെ സമുന്നതനായ നേതാവ് വെളിയം ഭാർഗവന്റെ 1ാം ചരമവാർഷികം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആചരിച്ചു. കാഞ്ഞങ്ങാട്ട് അനുസ്മരണ സമ്മേളനം നടന്നു. CPIയുടെ സംസ്ഥാന സെക്രട്ടറിയും സമുന്നതനായ നേതാവുമായിരുന്ന വെളിയം ഭാർഗവന്റെ 1ാം ചരമവാർഷിക ദിനം ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ ആചരിച്ചു. CPI കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനവും പ്രകടനവും നടന്നു. നോർത്ത് കൊടച്ചേരിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം മാന്തോപ്പ് മൈതാനിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം CPI സംസ്ഥാന കൗൺസിൽ അംഗം എം സുജനപ്രിയൻ ഉദ്ഘാടനം ചെയ്തു. ഒരു 50 കൊല്ലത്തെയെങ്കിലും അടുത്ത ബന്ധം പുലർത്താനും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കാനും അവസരം കിട്ടിയ തിരുവനന്തപുരത്തെ ഒരു പാർട്ടി സഖാവാണ് ഞാൻ. അദ്ദേഹം പങ്കെടുക്കുന്ന ഏത് കമ്മിറ്റികളിലും ശ്രദ്ധകളിലും അദ്ദേഹം ഒരഭിപ്രായം പറഞ്ഞാൽ അതാണ് അവസാന വാക്ക്, അതാണ് തീരുമാനം. അതിനപ്പുറത്ത് ഒന്നുണ്ട് എന്ന് അപ്പോഴാർക്കും തോന്നില്ല. മുൻ MLA എം നാരായണൻ അധ്യക്ഷനായി. ബംഗളം കുഞ്ഞികൃഷ്ണൻ, കരുണാകരൻ കുന്നത്ത്, CK ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലം സെക്രട്ടറി എ ദാമോദരൻ സ്വാഗതം പറഞ്ഞു. നോർത്ത് കോട്ടച്ചേരിയിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് വി കണ്ണൻ മാസ്റ്റർ, എൻ ബാലകൃഷ്ണൻ, CK കുഞ്ഞിരാമൻ, വി കൃഷ്ണൻ കണ്ണോത്ത് തുടങ്ങിയവർ നേതൃത്വമേകി. കാഞ്ഞങ്ങാട് റോട്ടറി ക്ലബ് അവയവദാനത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് CDS ഹാളിലാണ് പരിപാടി നടന്നത്. കാഞ്ഞങ്ങാട് റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ അംഗൻവാടി അധ്യാപികമാർക്കാണ് അവയവദാനത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. ബോധവൽക്കരണ പരിപാടി ഡോക്ടർ KG പൈ ഉദ്ഘാടനം ചെയ്തു. സാധാരണ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വ്യത്യസ്തത. ഈ ഓർഗൻ ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗൻ ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ സ്വന്തം ഒരു അവയവം വേറെ ഒരാൾക്ക്, അവയവം മാത്രമല്ല, അവയവമോ ദ്രാവകമോ അല്ലെങ്കിൽ ടിഷ്യൂസ്, ഇത് ഏതെങ്കിലും ഒന്ന് സ്വന്തമായിട്ടോ മറ്റൊരാൾക്കോ കൊടുക്കുന്നതിനാണ് ഡൊണേഷൻ എന്ന് പറയുന്നത്. സ്വന്തമായിട്ട് കൊടുക്കുന്നതിനും ഡൊണേഷൻ എന്ന് പറയും, മറ്റവർക്ക് കൊടുക്കുന്നതിനും ഡൊണേഷൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് സ്വന്തമായിട്ട് ലിവർ കളിക്കുന്നത് മാറ്റാൻ പറ്റും. അതല്ല ഞാൻ പറഞ്ഞത്. മാറ്റാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞത് മുടി തൊട്ട് കാലുവഴി വരെ എല്ലാം മാറ്റാൻ പറ്റും. ചടങ്ങിൽ VV ഹാരിഷ് അധ്യക്ഷനായി. MS പ്രദീപ്, മേഴ്സി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. N സുരേഷ് സ്വാഗതം പറഞ്ഞു. മധൂർ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടന്നു. മധൂർ ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയത്തിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. ക്ഷേത്രത്തിലെ വഴിപാട് നിരക്ക് വർധനവിൽ പ്രതിഷേധിച്ച ഭക്തർക്കെതിരെ എടുത്ത കള്ളക്കേസ് പിൻവലിക്കുക, എക്സിക്യൂട്ടീവ് ഓഫീസറെ മാറ്റുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. 100 കണക്കിന് ഭക്തർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. ನಿಮ್ಮದು ಕೂಡ ನಮಗೆ ಖಂಡನೆ ಆಗ್ತದೆ. ನಿಮ್ಮ ಕೆಲಸಗಳು ಕೂಡ ನಾವೇನ್ ಮಾಡ್ಬೇಕು? ಏನ್ ಮಾಡ್ಲಿಕ್ಕೆ ಆಗ್ತದೆ ನಮಗೆ? കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന സെക്രട്ടറി MG രാമകൃഷ്ണൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് HS ഭട്ട്, രമേശ് കാഞ്ഞങ്ങാട്, K മാധവ മാസ്റ്റർ, സുജ്ഞാനി ഷാൻബോഗ്, P രമേശ്, രാമപ്പ മഞ്ചേശ്വരം, K വിട്ടൽ ഷെട്ടി, K നാരായണ അയ്യ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ഈ ക്ഷേത്രത്തിന്റെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മലബാർ ദേവസ്വം ബോർഡിന്റെ ജീവനക്കാരുടെയും ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും കെടുകാര്യസ്ഥിതിക്ക് എതിരെ നമ്മൾ സമരരംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് താലൂക്ക് കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. ഹോസ്ദുർഗ് ബാങ്ക് ഹാളിലാണ് കൺവെൻഷൻ നടന്നത്. ശമ്പള പരിഷ്കരണം യാഥാർത്ഥ്യമാക്കണമെന്ന് ഹോസ്ദുർഗ് താലൂക്ക് കൺവെൻഷൻ ആവശ്യപ്പെട്ടു.
NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം S. അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. 68-ലെ ആദ്യത്തെ ശമ്പള വിഷയത്തിന്റെ തുടർച്ചയായി അന്ന് മുഖ്യമന്ത്രിയായിരുന്ന CM പറഞ്ഞു 5 കൊല്ലം കഴിയുമ്പോൾ സംസ്ഥാന ജീവനക്കാരുടെ വേതനം വരും. അതൊരു കീഴ്വഴക്കമായതാണ്. അത് പിന്നീട് 5 കൊല്ലം കൂടുമ്പോഴുള്ള വേതന പരിഷ്കരണം എന്നത് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ഒരു അവകാശം പോലെ നാം കൊണ്ടു നടക്കുന്നതാണ്. അതെപ്പോഴെങ്കിലും അട്ടിമറിക്കാൻ ശ്രമം നടന്നിട്ടുണ്ടെങ്കിൽ അന്നെല്ലാം സിവിൽ സർവീസിൽ ഉജ്ജ്വലമായ സമരങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. AK ആൽബർട്ട് അധ്യക്ഷനായി. M. ബാലകൃഷ്ണൻ, K. വേണുഗോപാലൻ, TP ഉഷ, ജോളി ജോസഫ്, K. സതീശൻ, V. ചന്ദ്രൻ, A. പവിത്രൻ, CM മീനാകുമാരി, K. അമ്പാടി തുടങ്ങിയവർ സംസാരിച്ചു. DYFI കോവൽ സ്റ്റോർ യൂണിറ്റ് സംഘടിപ്പിക്കുന്ന അജയൻ സ്മാരക സംസ്ഥാന ഇൻവിറ്റേഷൻ കബഡി ഫെസ്റ്റിന്റെ ഒരുക്കങ്ങൾ തുടങ്ങി. ലോഗോ പ്രകാശനവും നടന്നു. ഒക്ടോബറിൽ നടക്കുന്ന സംസ്ഥാന ഇൻവിറ്റേഷൻ കബഡി ഫെസ്റ്റ് വൻ വിജയമാക്കാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ. വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കബഡി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പ്രവീൺ രാജ് ലോഗോ പ്രകാശനം ചെയ്തു. സംഘാടക സമിതി വൈസ് ചെയർമാൻ KV ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. CPM ലോക്കൽ സെക്രട്ടറി V. സുകുമാരൻ, CPM കോവൽ ബ്രാഞ്ച് സെക്രട്ടറി P. ചന്ദ്രൻ, പ്രിയേഷ്, അംബരീഷ് എന്നിവർ സംസാരിച്ചു. PV അശ്വിൻ സ്വാഗതവും ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. സ്വാതന്ത്ര്യ സമര സേനാനി K. മാധവനെ സന്ദർശിക്കാൻ ഷോണി മിത്ര പുരസ്കാര ജേതാവ് എത്തി. മികച്ച കർഷകനുള്ള അവാർഡ് ലഭിച്ച മടിക്കൈ രാജനാണ് K. മാധവനെ കാണാൻ എത്തിയത്. ജലസംരക്ഷണ പ്രവർത്തനത്തിലൂടെ മികച്ച കർഷകനുള്ള സംസ്ഥാന സർക്കാരിന്റെ ഷോണി മിത്ര പുരസ്കാരം നേടിയ മടിക്കൈ രാജൻ സ്വാതന്ത്ര്യ സമര സേനാനി K. മാധവന്റെ വസതിയിലെത്തി. 100ാം പിറന്നാൾ ആഘോഷിക്കുന്ന K. മാധവട്ടന് ആശംസകൾ നേരാനാണ് രാജൻ എത്തിയത്. ഇന്ന് എനിക്ക് കിട്ടിയ ഈ അനുഗ്രഹം എൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം കേരളത്തിലും അതുപോലെ തന്നെ വടക്കേ മലബാറിലും കൃഷിഭൂമി കൃഷിക്കാരന് അംഗീകരിച്ചു കൊടുക്കാനും അതുപോലെ തന്നെ വിള നട്ട കൃഷിക്കാരൻ വിള കൊയ്യാനും അതുപോലെ തന്നെ ജന്മകുടിയാൻ സമ്പ്രദായത്തിനെതിരെ ധീരമായി പോരാടിയ ഒരു മുന്നണി പോരാളിയാണ് മാധവട്ടൻ. ഈ മാധവട്ടൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഈ അപൂർവ ഭാഗ്യം എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടൊരു അനുഭവമാണ്. CPIM ജില്ലാ കമ്മിറ്റി അംഗം C. പ്രഭാകരൻ, പ്രൊഫസർ V. കുട്ട്യൻ എന്നിവരും മടിക്കൈ രാജനോടൊപ്പം എത്തിയിരുന്നു. 1 റാങ്ക് 1 പെൻഷൻ പദ്ധതി പൂർണ്ണരൂപത്തിൽ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് വിമുക്ത ഭടന്മാർ പ്രക്ഷോഭ രംഗത്ത്. നീലേശ്വരത്ത് ജില്ലയിലെ വിമുക്ത ഭടന്മാരും കുടുംബാംഗങ്ങളും ഉപവാസം നടത്തി. രാജ്യസുരക്ഷയ്ക്ക് സ്വന്തം ജീവൻ പണയപ്പെടുത്തി സൈനിക സേവനം നടത്തിയവർക്ക് അർഹമായ പരിഗണന നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യമാണ് നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി ഉന്നയിക്കുന്നത്. 1 റാങ്ക് 1 പെൻഷൻ പദ്ധതി കേന്ദ്ര സർക്കാർ പൂർണ്ണമായ അർത്ഥത്തിൽ നടപ്പിലാക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. സർക്കാർ നടപടി വേഗത്തിലും കാര്യക്ഷമമായും നടപ്പിലാക്കണമെന്ന ആവശ്യമുന്നയിച്ച ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിമുക്ത ഭടന്മാരും അവരുടെ കുടുംബാംഗങ്ങളും നീലേശ്വരത്ത് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് ഉപവസിച്ചു. മാതൃകയായി പ്രവർത്തിക്കേണ്ട അല്ലെങ്കിൽ മാതൃകയായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നമ്മുടെ സർവീസ്മാൻമാർ ഇന്നവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള പെടാപ്പാട്, ഇന്നിപ്പോൾ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം, അതുപോലെ കാലോചിതമായ മറ്റു മാറ്റങ്ങളൊക്കെ ഉൾക്കൊള്ളേണ്ടുന്ന സമൂഹത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ പഴയ പ്രതാപത്തിനപ്പുറത്ത് രാജ്യത്തിൻ്റെ നന്മ എന്നുള്ളത് അല്ലെങ്കിൽ നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം അതേപടി മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകേണ്ട ഉത്തരവാദിത്വം എക്സർവീസ്മാൻമാർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ സർവീസിലിരിക്കുന്ന ആളുകൾ അതിന്റെ പ്രയോജനം എത്രത്തോളം ഉണ്ടാവുമെന്നുള്ളത് കൂടി നാം കണക്കിലെടുക്കേണ്ടിയിരിക്കുന്നു. ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ 5 മണി വരെയായിരുന്നു ഉപവാസ സമരം. നഗരസഭാ ചെയർപേഴ്സൺ V. ഗൗരി വിമുക്ത ഭടന്മാരുടെ സമരം ഉദ്ഘാടനം ചെയ്തു. എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി ജില്ലാ പ്രസിഡന്റ് P. കൃഷ്ണന്റെ അധ്യക്ഷതയിൽ അഖിലേന്ത്യാ ഓർഗനൈസിംഗ് സെക്രട്ടറി TKB പൊതുവാൾ, ഉത്തരമേഖലാ സെക്രട്ടറി തോമസ്, ജില്ലാ സെക്രട്ടറി V. കുഞ്ഞികൃഷ്ണൻ, മഹിളാ വിങ്ങിന്റെ ജില്ലാ പ്രസിഡന്റ് M. ലീല, VB പത്മനാഭൻ എന്നിവരും സംസാരിച്ചു. സ്കൂൾ കലോത്സവ മാതൃകയിൽ അധ്യാപകർക്കായി കലാമേള വരുന്നു. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷനാണ് ഉപജില്ലാതലം മുതൽ സംസ്ഥാന തലം വരെ നീളുന്ന കലാമേള ഒരുക്കുന്നത്.
അധ്യാപകരുടെ സർഗാത്മകത പ്രകടിപ്പിക്കുന്നതിനുള്ള വേദിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് KSTA കലാവേദി അധ്യാപക കലാമേള ഒരുക്കുന്നത്. സംഘടനാ വ്യത്യാസമില്ലാതെ മുഴുവൻ അധ്യാപകർക്കും പങ്കാളിത്തം നൽകുന്ന തരത്തിൽ മേള സംഘടിപ്പിക്കാനാണ് തീരുമാനം. ഉപജില്ലാ, ജില്ലാ, സംസ്ഥാന തലങ്ങളിൽ മത്സരങ്ങൾ നടക്കും. കവിതാലാപനം, ലളിതഗാനം, മാപ്പിളപ്പാട്ട്, പ്രസംഗം, സംഘഗാനം, കഥാരചന, കവിതാരചന തുടങ്ങി സ്റ്റേജിനങ്ങളിലും സ്റ്റേജിതര ഇനങ്ങളിലുമായി 11 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക. സെപ്റ്റംബർ അവസാന വാരത്തിലും ഒക്ടോബർ ആദ്യ വാരത്തിലുമായി ഉപജില്ലാതല മത്സരങ്ങൾ നടത്തി തീർക്കും. ജില്ലാ മത്സരങ്ങൾ ഒക്ടോബർ അവസാന വാരം കാഞ്ഞങ്ങാടും, സംസ്ഥാനതല മത്സരങ്ങൾ ഡിസംബർ അവസാന വാരത്തിൽ കോഴിക്കോടുമാണ് നടക്കുക. കേരളത്തിലെ അധ്യാപകരുടെ കരുത്തുറ്റ പ്രസ്ഥാനമായ KSTA പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുന്നതിനു വേണ്ടി നിരവധിയായ പോരാട്ടങ്ങൾ നടത്തുന്നതോടൊപ്പം അധ്യാപകരുടെ സർഗശേഷിയൊക്കെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ മാതൃകാപരമായ ഒരു പരിപാടിയാണ് ഇപ്രാവശ്യം സംഘടിപ്പിച്ചിട്ടുള്ളത്. അധ്യാപക കലാമേള നമ്മുടെ അധ്യാപക രംഗത്തെ സംഘടന നിലയിലല്ലാതെ തന്നെ മുഴുവൻ അധ്യാപകരെയും പങ്കെടുപ്പിക്കുക എന്നതാണ് സംഘടന ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. TTI B.Ed തലം വരെ കലോത്സവ വേദികളിൽ നിറഞ്ഞു നിന്ന പലർക്കും അധ്യാപക മേഖലയിൽ എത്തിയതോടെ തങ്ങളുടെ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള വേദികൾ കുറഞ്ഞു വരികയാണെന്ന തിരിച്ചറിവിൽ നിന്നാണ് KSTA ഇത്തരത്തിലൊരു വേദി ഒരുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യത്ത് മോഡി തരംഗം അവസാനിച്ചതായി KPCC പ്രസിഡന്റ് VM സുധീരൻ. കോൺഗ്രസ് കൺവെൻഷൻ ചെർക്കളയിൽ നടന്നു. സ്വത്ത് തർക്കത്തിന്റെ പേരിൽ പെർളടുക്കയിൽ അമ്മയെ കൊലപ്പെടുത്തി. മകനും ഭാര്യയും കൊച്ചുമകനും അറസ്റ്റിൽ. RSPക്ക് ജില്ലയിൽ പുതിയ സാരഥി. PC രാജേന്ദ്രനെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് ദേശീയ സെമിനാറിനൊരുങ്ങി. പ്രാഥമിക ശില്പശാല നടന്നു. സാരഥി പുരസ്കാര സമർപ്പണം കാഞ്ഞങ്ങാട്ട് നടന്നു. മേലത്ത് ചന്ദ്രശേഖരൻ സപ്തതിയുടെ നിറവിൽ. CPI നേതാവ് വെളിയം ഭാർഗവന്റെ 1ാം ചരമവാർഷികം വിവിധ പരിപാടികളോടെ ആചരിച്ചു. കാഞ്ഞങ്ങാട് അനുസ്മരണ സമ്മേളനം നടന്നു. ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.